പറഞ്ഞതാ രോഹി. എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? ഞാൻ ബിരിയാണി കഴിച്ചില്ലമ്മേ, കുഴിമന്തിയായിരുന്നു. നിങ്ങളും കരിമന്തിയാണോ ഇരുന്നത്? ഞാനൊരു കിംവദന്തി ഫ്രൈ കഴിച്ചു. കൃഷ്ണ എന്നതാ കഴിച്ചതെന്ന് എനിക്കറിയത്തില്ല. കിംവദന്തി ഫ്രൈയോ? നീ എന്നെ കൊരങ്ങളിപ്പിക്കാണോടി? ഞാൻ കളിപ്പിക്കണ്ടല്ലോ, തനിയെ കളിക്കാൻ അറിയാലോ. അച്ഛൻ ഒരു ദിവസം ബിരിയാണി വാങ്ങി തന്നു എന്ന് വിചാരിച്ച് കണ്ടമാനം അങ്ങ് നെകളിക്കല്ലേ മോളെ. എന്റെ അടുക്കളയിൽ ഉണ്ടാക്കിയ ആഹാരം കഴിച്ചാ നീ ഇത്രയും വളർന്നത്. നീ മാത്രമല്ല, എന്റെ മക്കള് 3 പേരും അല്ലേ? ഇതിപ്പോ അല്ലാന്ന് ആര് പറഞ്ഞു? ഒരുത്തി അഹങ്കാര വർത്താനം പറഞ്ഞു കേട്ടില്ലേ? കിംവദന്തിയെ ചുട്ടു തിന്നെന്ന്. എന്നും അച്ഛൻ വിളിച്ചോണ്ടോയി ഹോട്ടലിൽ നിന്ന് ഉരുട്ടി തരുവോ? ആ കാണുന്ന അടുക്കള വേവണം നിങ്ങളുടെ ആഹാരം. അതിന് ഞാൻ തീരുമാനിക്കണം. അമ്മ തീരുമാനിച്ചോ? ഞങ്ങൾ ആരും അങ്ങോട്ട് കൈ കടത്താൻ വരുന്നില്ല. ഓരോന്നും ചെയ്യുമ്പോഴും എന്നെ തോപ്പിക്കുവാണെന്നാ വിചാരം. തോക്കുന്നത് അവനവനാണെന്ന് അറിയുന്നില്ല. ഇതിപ്പോ ഞങ്ങൾക്ക് ഒരു നേരം പുറത്തു പോയി ആഹാരം കഴിക്കാൻ പറ്റത്തില്ലേ? അയ്യോ കഴിച്ചോ? എന്നും കഴിച്ചോണോന്നാ പറഞ്ഞത്. ഈ വീട്ടിൽ നിന്ന് ആഹാരം കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം. അച്ഛനനുസരിക്കേണ്ടി വരുമോ? ഈ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ ഇതിനൊന്നും മറുപടി പറയാനില്ലേ? അച്ഛനല്ലേ കുടുംബനാഥൻ. അച്ഛനൊന്നും പറയാനില്ലല്ലേ? ആരോട്? അമ്മയോട്. എനിക്ക് അമ്മയില്ലല്ലോ, മരിച്ചുപോയി. ഭാര്യയില്ല. ഇറങ്ങിപ്പോയ എന്റെ മനസ്സിൽ നിന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു കയറി വരാൻ പറ്റും. മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു കയറണമെങ്കിൽ എന്നോട് ചോദിക്കണം. എന്റെ ഭാര്യ തിരിച്ച് കയറിയിട്ടുമില്ല, കയറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുമില്ല. ഞാൻ പിന്നെ ആരാ? പ്രേതം. എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഗതിയില്ലാതെ ഞാനില്ലാത്ത നേരം നോക്കി പതുങ്ങി വന്ന് കയറിയ പ്രേതം.